ഞാനേ കുറച്ച് തൈര് മുളക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാണ്ടോ കുറച്ച് മുളക് എടുത്തിട്ട് എല്ലാം അതാ ഇങ്ങനെ രണ്ടായിട്ട് നെടുകെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കീറിയ മുളകാണ്. ഇതാണ്ടോ എല്ലാം ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൊന്ന് ഞാനൊന്ന് ചേർക്കട്ടെ. ഇതാ കുറച്ച് ഉപ്പ് ഞാനൊന്ന് ചേർക്കാൻ പോവുകയാണ്. എല്ലാത്തിലും ഉപ്പൊന്ന് ഇട്ട് ഒന്ന് എല്ലാത്തിലും ഉപ്പ് പിടിക്കാൻ കണക്കാക്കി ഒന്ന് ഞാനൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഇല്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഉപ്പ് പിടിക്കട്ടെ. ഉപ്പെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റായി ഉപ്പെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലിക്കുട്ടം ഗ്യാസിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു തട്ട് ഞാൻ മുകളിൽ വയ്ക്കുവാണേ. ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ട് വെച്ചിട്ട് ഈ നമ്മൾ വിരകി വെച്ചിരുന്ന മുളകെല്ലാം ഇതിലോട്ട് എടുത്തൊന്ന് തട്ടുവാണേ. ഉപ്പ് വെച്ച് വിരകി വെച്ചിരുന്ന ഇതെല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഈ ഇഡലി തട്ടിലിരുന്ന് ഇതൊന്ന് ആവി കയറട്ടെ. ആവി കയറിയല്ല, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ആവി കയറി വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കാം. ഇതാ ഈ മുളക് നല്ലവണ്ണം ആവി കയറി ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ ഞാനൊരു പാത്രത്തിൽ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കട്ട തൈരും കൂടെ ഒന്ന് ഒഴിക്കുവാണേ. നല്ല കട്ട തൈരായിരിക്കണേ. എന്നിട്ട് എല്ലാത്തിലും ഒന്ന് പുരണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തവിയോ ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് എല്ലാത്തിലും പുരളാൻ കണക്കാക്കി ഈ തൈര് ഒന്നകത്തൊക്കെ കയറാൻ കണക്കാക്കി ഒന്ന് നല്ലവണ്ണം ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് നല്ല തൈര് മുളക് കിട്ടും. ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു വലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പ്രാണികളോ ഒന്നും വന്ന് വീഴത്തില്ല. നല്ലവണ്ണം ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ബാക്കി വരുന്ന പച്ചമുളക് കൊണ്ട് ഒരു അടിപൊളി തൈര് മുളക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.